കുട്ടിയെ ഒരു 7:15 കണ്ടുകിട്ടിയത്. ബ്രഹ്മോസിൻ്റെ പുറകിൽ ഒരു നല്ല ചാലുണ്ട്, തോട് പോലത്തെ ഒരു ചാലുണ്ട്. അതൊരു ചെറിയൊരു കാട് പോലെ കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ മരങ്ങളും ഒക്കെ ഉണ്ട്, കുഴിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർമാരും പോലീസിൻ്റെ ടീം തന്നെ ഈ പ്രദേശത്താകെ തന്നെ അന്വേഷിക്കുകയായിരുന്നു. അന്വേഷിച്ച അവസരത്തിലാണ് ഈ കുഴിയിൽ കുട്ടി കിടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അന്വേഷിക്കാൻ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2 പേരുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള 2 പോലീസ് ഓഫീസർമാർ. അവർ ശ്രദ്ധയപ്പെടുകയും അവർ കുട്ടിയെടുക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പ്രാഥമിക ശുശ്രൂഷ നൽകി ഡോക്ടർമാർ പരിശോധിച്ചു. കുട്ടിയുടെ അമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് വന്നു. കുട്ടി അതിന് ഭയന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. എന്തായാലും കേരള പോലീസിന് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കുറ്റാന്വേഷണ രംഗത്ത് അവർ തെളിയിച്ചിരിക്കുന്നത്. ഒരു വളരെ ജാഗ്രതയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇത് കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണല്ലോ, രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടിയല്ലേ, 1 മണിയോടുകൂടിയാണ് കുട്ടിയെ മിസ്സാവുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർമാർ പറയുന്നത് ഇനി SIT ഹോസ്പിറ്റലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷവും മറ്റ് ചില അന്വേഷണത്തിന് ശേഷവും മാത്രമേ അതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ചും പറയുന്നതിന് വേണ്ടി കഴിയുള്ളൂ. എന്തായാലും കുട്ടി ഇപ്പോൾ ഇന്നലെ രാത്രി നഷ്ടപ്പെട്ടു, ഇന്ന് തിരിച്ച് കുട്ടിയെ കണ്ടുകിട്ടി. ഇതാണ് പറയുന്നത്. അക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ പോലീസിന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പോലീസ് ഓഫീസർ